തെവോദോസ്യോസ് തിരുമേനി തൻ്റെ സ്വപ്ന പദ്ധതികളിൽ ആവിഷ്കരിച്ച ഓരോന്നും വളരെ അനുഗ്രഹീതമായി മുന്നേറിയതിൻ്റെ ചരിത്രം നമ്മൾ കേൾക്കുകയുണ്ടായി. കൽക്കട്ട മെത്രാസനം ആദ്യോടന്തം തന്നെ ഒരു മിഷൻ ഭദ്രാസനമാണ്. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ യാത്ര അനസ്യൂതം തുടരുവാൻ വരും കാലത്തെ നേതാക്കന്മാർക്കും കഴിയണമെന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. അഭിമന്യനായ യോഹാനൻ മാർ ദിയോസ്കോറോസ് തിരുമേനി പറഞ്ഞ് അവസാനിപ്പിച്ച വാചകങ്ങളിൽ കൂടി ഞാൻ ആരംഭിക്കുകയാണ്. ഇതൊരു കുടുംബ സംഗമമാണ്. ഇവിടെ നമുക്ക് സ്നേഹിക്കണം, ഇവിടെ നമുക്ക് ത്യാഗം ചെയ്യണം, ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കണം, നമുക്ക് സാക്ഷ്യജീവിതം ഉണ്ടാകണം. വളരെ മനോഹരമായ ആശയങ്ങൾ പറഞ്ഞാണ് അഭിമന്യ പിതാവ് ഉപസംഹാരം നിർവഹിച്ചത്. ഈ പ്രഭാതത്തിൽ പ്രത്യേകിച്ച് ഓൺലൈൻ മാധ്യമങ്ങളിൽ കൂടി ഈ പ്രഭാഷണം കേൾക്കുന്ന സാഹചര്യത്തിൽ ഒരു കുടുംബ സംഗമം എന്ന നിലയിൽ 6ാമത് കുവൈറ്റ് കുടുംബ സംഗമത്തിൽ ഒരു കുടുംബത്തെ പരിചയപ്പെടുത്തുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നമ്മളെല്ലാവരും കുടുംബത്തിൻ്റെ ഭാഗമാണ്. നമ്മൾ എത്രയോ കാലമായി വിദേശത്ത് അധ്വാനിച്ചു, കുവൈറ്റിൽ പ്രവർത്തിച്ചു, സഭയുടെ ആധ്യാത്മിക കാര്യങ്ങളിൽ ഇടപെട്ടു, അനേക പ്രതിസന്ധികളിൽ കൂടി കടന്നുപോയി. നമ്മൾ ഓരോരുത്തരോടും ചോദിക്കുക, ഈ മണലാരണ്യത്തിൽ എന്തിനു വന്നു, എന്തിന് കഷ്ടപ്പെട്ടു, എന്തിന് ഓവർ ടൈം ചെയ്തു, ഓവർ ടൈംമേൽ ഓവർ ടൈം നാം ചെയ്തു. എല്ലാവരും പറയുന്ന ചെറിയ വാചകമേ ഉള്ളൂ, ഒരു പ്രശാന്തമായ കുടുംബജീവിതം, അനുഗ്രഹീതമായ കുടുംബജീവിതം, ദൈവകൃപയുള്ളൊരു കുടുംബജീവിതം നമ്മൾ പ്രതീക്ഷിക്കുന്നു. നമ്മുടെ വലിയ സ്വപ്നമാണത്, നമ്മുടെ വലിയ ആഗ്രഹമാണത്. അനുഗ്രഹീതമായ ഒരു കുടുംബജീവിതം, കുടുംബ ബന്ധം രൂപപ്പെടുത്തി എടുക്കുക എന്നുള്ളത്. ഇപ്പം നമ്മളെല്ലാവരും ഇവിടെ വന്നുകൂടിയിരിക്കുന്നു. ഈ മീറ്റിംഗ് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഏറ്റവും അധികം സ്പീഡിൽ ഓടി നമ്മുടെ കുടുംബത്തിൽ എത്തിച്ചേരും. ലോകത്തെ ഏറ്റവും സുരക്ഷിതമായ സ്ഥലം ഏതാണെന്ന് ചോദിച്ചാൽ എല്ലാവരും പറയുന്ന ഒരു ഉത്തരമേ ഉള്ളൂ, അത് നമ്മുടെ കുടുംബമാണ്. അതിൻ്റെ വലിപ്പമല്ല, അതിൻ്റെ ചെറുപ്പമല്ല, അതിൻ്റെ അടച്ചിരിപ്പുകളല്ല, കതകോ ജനലോ ഒന്നും സുരക്ഷിതമായി ഉണ്ടാകണമെന്ന് പോലും നിർബന്ധമില്ല. നമ്മൾ ജനിച്ചു വളർന്ന, നമ്മൾ താമസിക്കുന്ന നമ്മുടെ ഭവനങ്ങൾ, നമ്മുടെ ഭവനം അനുഗ്രഹീതവും സുരക്ഷിതവും ആണ് എന്നൊരു സങ്കല്പം നമുക്ക് ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും വളരെ വേഗം കുടുംബത്തിലേക്ക് സഞ്ചരിക്കുന്നത്. ഈ പ്രഭാതത്തിൽ ഒരു ചെറിയ കുടുംബത്തെ പരിചയപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. ആ കുടുംബം മറ്റാരുടേതുമല്ല, യേശുവിൻ്റെ കുടുംബമാണ്. വിശുദ്ധനായ ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 41 മുതൽ 52 വരെയുള്ള വേദഭാഗത്താണ് ഈ കുടുംബത്തെക്കുറിച്ച് പറയുന്നത്. പള്ളികളിൽ നമ്മളിത് വായിച്ചു കേൾക്കും. എൽദോ പെരുന്നാളിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ഈ വേദഭാഗമാണ് വായിക്കുന്നത്. ക്രിസ്മസ് കഴിഞ്ഞു വരുന്ന ആദ്യത്തെ ഞായറാഴ്ച. പിന്നീട് നമ്മൾ വായിച്ചു കേൾക്കുന്നത് ദൈവമാതാവിൻ്റെ വാങ്ങിപ്പ് പെരുന്നാളിൻ്റെ പ്രഭാത നമസ്കാരത്തോടനുബന്ധിച്ചുള്ള ഏവങ്കേലിയോൻ വായനയിലാണ് ഈ വേദഭാഗം നമ്മൾ കേൾക്കുന്നത്. ഞാൻ പറയും, നമ്മുടെ ഭവനങ്ങളിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ വേദഭാഗം വായിക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. ഈ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ പഴയ വീടുകളിലൊക്കെ ഈ വേദഭാഗത്തെ അന്വർത്ഥമാക്കുന്ന ചിത്രങ്ങളുണ്ട്. ആരുടെ ചിത്രമാണ്? വാർദ്ധക്യത്തിലെത്തിയിരിക്കുന്ന യൗസേപ്പ്, ബാലികയായ കന്യകയായ മറിയം, അവരുടെ മടിയിലിരിക്കുന്ന ബാലനായ യേശു. ഈ വേദഭാഗം ആരംഭിക്കുമ്പോൾ യേശുവിന് 12 വയസ്സുണ്ട്. ഞാൻ പറയും, ഈ വേദഭാഗം വായിക്കുമ്പോൾ മിടുമിടുക്കനായ ഒരു ബാലനെയാണ് കാണുന്നത്. ഈ വേദഭാഗത്തിന്, ഈ ചിത്രത്തിന് അനുഗ്രഹീതമായൊരു പേര് നൽകിയിട്ടുണ്ട്.
ആ ചിത്രമെടുത്ത് നമ്മൾ നോക്കാമെങ്കിൽ ഇപ്പോൾ ആ ചിത്രങ്ങളുണ്ട്, ഐക്കണുകളുണ്ട്. അതിന് നൽകിയിരിക്കുന്ന പേര് ദി ഹോളി ഫാമിലി, വിശുദ്ധമായ കുടുംബം, പരിശുദ്ധമായ കുടുംബം, പവിത്രമായ കുടുംബം. നമ്മൾ ഒരുപാട് അധ്വാനിച്ചു, ഒരുപാട് വേലുകൊണ്ടു, ഒരുപാട് സഭയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു, ഒരുപാട് മിഷൻ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സംഭാവന ചെയ്തു. തിരിഞ്ഞു നോക്കുവാനും ആത്മപരിശോധന നടത്തുവാനും ഒരവസരമാണ് 6ാമത് കുവൈറ്റ് കുടുംബസംഗമം. ചോദ്യം ഇതാണ്: എൻ്റെ കുടുംബം വിശുദ്ധമാണോ? എൻ്റെ കുടുംബം പരിശുദ്ധമാണോ? എൻ്റെ കുടുംബം പവിത്രമാണോ? എൻ്റെ കുടുംബത്തിൽ എന്തെങ്കിലും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നെങ്കിൽ ആര് നിമിത്തം? എങ്ങനെ അത് പരിഹരിക്കുവാൻ കഴിയും? ഇങ്ങനെ മുന്നോട്ട് പോയാൽ മതിയോ? എവിടെയാണ് കറക്ഷൻ വേണ്ടത്? എവിടെയാണ് തിരുത്തൽ വേണ്ടത്? ഇത് ശാന്തമായി അവലോകനം ചെയ്യുവാനും അപഗ്രഥിക്കുവാനും തിരുത്തുവാനുമുള്ള ഒരവസരം കൂടിയാണ് കുടുംബ സംഗമം. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട ഷായിച്ചായൻ ഇത് ഓൺലൈൻ മീഡിയയിൽ കൂടി അവതരിപ്പിക്കുന്നത്. ലോകത്തിൻ്റെ അനേക ഭാഗങ്ങളിൽ പ്രിയപ്പെട്ടവർ ഈ പ്രഭാഷണം, ഈ സമ്മേളനം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പാത്താമുട്ടത്താണ് ഈ മീറ്റിംഗ്, കോട്ടയത്തിന് അടുത്ത് പാത്താമുട്ടത്താണ് ഈ സമ്മേളനം നടക്കുന്നതെങ്കിലും ആഗോളതലത്തിൽ ഇത് സംവേദിക്കപ്പെടുകയാണ്. ഈ പ്രഭാതത്തിൽ ഈ കുടുംബത്തിൻ്റെ ഒരു 4 പ്രത്യേകത പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. പ്രത്യേകിച്ച് ഈ വേദപഠനത്തെ ഈ വിശകലനം ചെയ്യുന്നത് ഒരു സംവേദന പശ്ചാത്തലത്തിലാണ്, കമ്മ്യൂണിക്കേഷൻ്റെ പശ്ചാത്തലത്തിലാണ്. ഞാൻ 1990കളിലാണ് കമ്മ്യൂണിക്കേഷൻ എന്നൊരു വിഷയം പഠിക്കുവാൻ പോയത്. അന്ന് അനേകം ആളുകൾ ചോദിച്ചു, ഈ വിഷയത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ടോ? എന്താണ് ഈ വിഷയം? 30 വർഷം കഴിഞ്ഞപ്പോൾ ഈ ലോകത്തെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒറ്റ വിഷയമേ ഉള്ളൂ: സംവേദനത്തിൻ്റെ, കമ്മ്യൂണിക്കേഷൻ്റെ പ്രശ്നമാണ്. നമ്മൾ ജീവിക്കുന്ന ലോകം ഇൻ്റർനെറ്റിൻ്റേതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റേതാണ്, ഡേറ്റായിസത്തിൻ്റേതാണ്, ടെക്നോളജിയുടേതാണ്. ഏറ്റവും അധികം മാറ്റങ്ങൾ ഈ ലോകത്തുണ്ടാകുന്നത് ടെക്നോളജിയിലാണ്. ഓരോ 2 വർഷം കൂടുന്തോറും, എന്തിന് ഓരോ വർഷം കഴിയുന്തോറും ടെക്നോളജി അനസ്യൂതം ദ്രുതഗതിയിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 2000-ലെ ടെക്നോളജി അല്ല 2010-ൽ, 2020-ലെ ടെക്നോളജി അല്ല, കോവിഡ് കാലത്തെ ടെക്നോളജി അല്ല, 2025-ൽ. ഓർത്തിരിക്കണം, ഇത്രമാത്രം അതിശീഘ്രം, അതിവിദൂരതയിൽ നമ്മെ രൂപപ്പെടുത്തുന്ന ടെക്നോളജിയുടെ നടുവിൽ നമ്മൾ ജീവിക്കുമ്പോൾ മാറാത്തതൊന്നു മാത്രമേ ഉള്ളൂ. ആരാണ് മാറാത്തത്? മനുഷ്യർ മാറുന്നില്ല, ഹൃദയങ്ങൾ മാറുന്നില്ല, നമ്മുടെ ശൈലി മാറുന്നില്ല, നമ്മുടെ ജീവിതക്രമം മാറുന്നില്ല. ടെക്നോളജി അതിശീഘ്രം മാറുമ്പോൾ, നമ്മൾ ടെക്നോളജിയോട് അനുരൂപപ്പെടുമ്പോൾ നമ്മൾ അകന്നു പോകുന്നത് ദൈവവചനത്തോടും സാക്ഷ്യജീവിതത്തോടും മിഷനോടും സാമൂഹ്യ പ്രതിബദ്ധതയോടും നീതിബോധത്തോടും ഒക്കെ അകന്നുപോയി പുതിയ ലോകക്രമത്തിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ 1ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഞാൻ ഓർപ്പിക്കുകയുണ്ടായി, ജോസഫുണ്ട്, മറിയമുണ്ട്, യേശുവുണ്ട്. 1ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ദിസ് ഫാമിലി ഡിസ്പ്ലേസ് എ ഹെൽത്തി അറ്റ്മോസ്ഫിയർ ഓഫ് കമ്മ്യൂണിക്കേഷൻ. ഈ കുടുംബം ആരോഗ്യപരമായ സംവേദനം പ്രകടമാക്കി. വളരെ അനുഗ്രഹീതമായ വാക്ക്
കമ്മ്യൂണിക്കേഷൻ എന്നതല്ല, ഫാമിലി എന്നതല്ല. ഞാൻ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആരോഗ്യപരമായ സംവേദനം. നമുക്ക് ഈ ടെക്നോളജി ഉണ്ട്. നമുക്ക് നിമിഷങ്ങൾക്കുള്ളിൽ ആഗോളതലത്തിൽ സംവേദിപ്പിക്കാം. പക്ഷെ അടുത്തിരിക്കുന്ന നമ്മുടെ മക്കളോട്, നമ്മുടെ കുടുംബാംഗങ്ങളോട്, അയൽവക്കക്കാരോട് ഇടപെടുവാൻ മനസ്സ് അടഞ്ഞുപോയി, മതിലുകൾ കെട്ടപ്പെട്ടു. ഇവിടെ ഓർപ്പിക്കുകയുണ്ടായി. ഈ മതിലുകളെ പൊളിക്കുന്നതാണ് ഈ ആഗോള സംവേദന ക്രമം എന്ന് പറയുന്നത്. ഇവിടെ ആരോഗ്യപരമായ ആശയവിനിമയം ഈ കുടുംബത്തിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ആ 3 പേരെ പെട്ടെന്ന് പരിചയപ്പെടുത്തുന്നത്. ജോസഫ് നീതിമാനായിരുന്നു. നീതിമാനായ ജോസഫ്, വിശുദ്ധയായ ധീരയായ മറിയം, മിടുമിടുക്കനായ 12 വയസ്സുള്ള ബാലൻ. ഇതാരംഭിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് പോയിരുന്നു. യേശുവിന് 12 വയസ്സായപ്പോൾ അവനെയും കൂട്ടി അവർ ദേവാലയത്തിലേക്ക് പോയി. ഓർത്തിരിക്കണം, ഒരു തീർത്ഥാടനം ചെയ്യുന്ന കുടുംബം, പ്രാർത്ഥിക്കുവാൻ പോകുന്ന കുടുംബം, ആരാധിക്കുവാൻ പോകുന്ന ഒരു കുടുംബം. ഈ ഒരു പൈതൃകമാണ് മലങ്കര ഓർത്തഡോക്സ് സഭയ്ക്ക് ഇങ്ങനെ ദാനമായി ലഭിച്ചിട്ടുള്ളത്. നമ്മൾ നേരത്തെ ബോംബെയിലും കൽക്കട്ടയിലും ഡൽഹിയിലും മദ്രാസിലും ബാംഗ്ലൂരിലുമൊക്കെ ആയിരുന്നു. അവിടെ നിന്ന് കുവൈറ്റിലെത്തി. അവിടെ നമ്മുടെ പൂർവികരുടെ ആഗ്രഹം എന്തായിരുന്നു? ഒരു ദേവാലയം ഉണ്ടാകണം, പ്രാർത്ഥനയുണ്ടാകണം. അങ്ങനെ ഒരു ദേവാലയം വന്നു, 2 ദേവാലയം വന്നു, ഇപ്പോൾ 4 ദേവാലയം, ഇനിയും 5ഉം 6ഉമൊക്കെ ആയിത്തീരട്ടെ. അപ്പം അതുകൊണ്ട് ഓർത്തിരിക്കണം, ഇതാണ് തീർത്ഥാടനം ചെയ്യുന്ന കുടുംബം, പ്രാർത്ഥിക്കുന്ന കുടുംബം. നമ്മുടെ ചരിത്രം തന്നെ പറയുന്നത് സുറിയാനി ക്രിസ്ത്യാനികളുടെ ആധ്യാത്മികവും സാംസ്കാരികവുമായ ജീവിതം കെട്ടിപ്പൊക്കിയത് ദേവാലയവുമായി ചുറ്റിപ്പറ്റിയായിരുന്നു. ദേവാലയത്തിൻ്റെ സമീപ പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ് അവരുടെ കുടുംബജീവിതവും സാംസ്കാരിക ജീവിതവും വളർത്തിക്കൊണ്ടുവന്നത്. ഇന്നും കേരളത്തിലെ വിവിധ ഭാഗങ്ങൾ നോക്കുക, ദേവാലയവുമായി ബന്ധപ്പെട്ട് അതിലെ ചുറ്റുപാടുകളിലൊക്കെ നമ്മുടെ പൂർവികർ ഭവനങ്ങൾ കെട്ടി ഉയർത്തിയിരിക്കുന്നത്. കേരളത്തിൽ നിന്നും 40കളിലും 50കളിലുമൊക്കെ മൈഗ്രേഷൻ ഉണ്ടായി. ആ മൈഗ്രേഷൻ ആദ്യകാലത്ത് അങ്ങ് സിംഗപ്പൂരിലേക്കും അവിടെ നിന്ന് ഇങ്ങനെ ആഫ്രിക്കയിലേക്കും അമേരിക്കയിലേക്കും പിന്നീട് ഗൾഫ് രാജ്യങ്ങളിലേക്കുമൊക്കെ ഉണ്ടായി. ഏറ്റവും സമാപനം ഇപ്പോൾ ഏഷ്യ പസഫിക് രാജ്യങ്ങളിലേക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. നോക്കണം, 40കളിൽ ആരംഭിച്ച, കുറച്ചുകൂടി ദീർഘമായി പറഞ്ഞാൽ 1990കളിൽ ആരംഭിച്ച ഈ കുടിയേറ്റ സംവിധാനം ഇന്ന് വളരെ വിപുലമായി. നമ്മുടെ പുതിയ തലമുറ മുഴുവനും വിവിധ രാജ്യങ്ങളിലേക്ക് കുടിയേറിയിരിക്കുകയാണ്. വളരെ നല്ല കാര്യമാണ്. സഭ അതിൻ്റെ അതിർത്തി വിപുലമാക്കുകയാണ്. പോകുന്നിടത്തെല്ലാം ഈ ദേവാലയവുമായി ആരോഗ്യപരമായ ആശയവിനിമയം ഉണ്ടാകുന്നു. നമുക്ക് ഈ വേദഭാഗം നോക്കാം. ഈ കുടുംബം ഒറ്റയ്ക്കല്ല സഞ്ചരിച്ചത്. മകനെ കണ്ടില്ല, തിരിച്ചു വന്നു. അമ്മ കരഞ്ഞു കാണും, ജോസഫ് കരഞ്ഞു കാണും. എല്ലാവരോടും ചോദിച്ചു, നിങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട മകൻ യേശുവിനെ കണ്ടുവോ എന്ന്. ആരോടൊക്കെയാണ് അന്വേഷിച്ചത്? അതാണ് പ്രാധാന്യം. ഈ തീർത്ഥാടനത്തിൽ ആരൊക്കെ ഉണ്ടായിരുന്നു? 44ഉം 45ഉം വാക്യങ്ങൾ നോക്കണം. അവർ യേശുവിനെ അന്വേഷിച്ചു, ബന്ധുക്കളുടെ അടുക്കൽ അന്വേഷിച്ചു, പരിചയക്കാരുടെ അടുക്കൽ അന്വേഷിച്ചു, ചാർച്ചക്കാരുടെ അടുക്കൽ അന്വേഷിച്ചു. ഇതൊരു പൈതൃകമായ തീർത്ഥാടനത്തിലെ പ്രത്യേകതയാണ്. നമ്മുടെ ഈ മൈഗ്രേഷനൊക്കെ ഒന്ന് പഠിക്കാമെങ്കിൽ അത് അമേരിക്കയിലേക്കുള്ളതായാലും സിംഗപ്പൂരിലേക്കുള്ളതായാലും ഗൾഫ് രാജ്യത്തിലേക്കുള്ളതായാലും ഒരു കുടുംബത്തിൽ നിന്ന് ആദ്യം ഒരാൾ ആ സ്ഥലത്തെത്തുന്നു. പതുക്കെ പതുക്കെ മറ്റൊരാളെ കൊണ്ടുപോകുന്നു, മറ്റൊരാളെ കൊണ്ടുപോകുന്നു. അങ്ങനെ ദീർഘമായി അമേരിക്കയിൽ ദീർഘകാലം പ്രവർത്തിച്ചതാണ്
അഭിമന്യ യൗസേബിയൂസ് തിരുമേനി. അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് നിന്ന് ഒരു ആൾ വന്നാൽ പതുക്കെ കുടുംബാംഗങ്ങളെ എല്ലാം കൊണ്ടുവന്ന് ആ പ്രദേശത്ത് ഒരു ദേവാലയം അവിടെ രൂപീകരിക്കുന്നു. ഇതുതന്നെയാണ് എല്ലാ സ്ഥലങ്ങളിലും ഉണ്ടായത്. ഈ പൈതൃകമായ ഈ യാനം, തീർത്ഥയാനം ഇതെത്രയോ കാലമായി ആരംഭിച്ചതാണ്. ബന്ധുക്കളുണ്ട്, ചാർച്ചക്കാരുണ്ട്, പരിചയക്കാരുണ്ട്. ഈ ടെക്നോളജിയുടെ നവയുഗത്തിൽ എൻ്റെ മുന്നിലെ പ്രശ്നം, നമുക്ക് നഷ്ടപ്പെട്ടു പോയി ബന്ധുക്കൾ, നമുക്ക് നഷ്ടപ്പെട്ടു പോയി പരിചയക്കാർ, നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു ചാർച്ചക്കാർ. തിരിച്ചു പിടിക്കുവാൻ നമുക്ക് കഴിയണം. ആ സൗഹൃദം, ആ വണ്ണസ്, ആ ഒരുമ, ആ ഏകത നമ്മൾ തിരിച്ചു പിടിക്കുമ്പോഴാണ് കുടുംബ സംഗമങ്ങളൊക്കെ അനുഗ്രഹിതമായി തീരുന്നത്. ഒരു കാര്യം കൂടി ആ ഭാഗത്ത് ഞാൻ ചേർത്ത് പറയുകയാണ്. ഇവർ അന്വേഷിച്ച് തീർത്ഥാടനത്തിൽ നിന്നും ഒറ്റപ്പെട്ടു പോയ മകനെ അന്വേഷിച്ച് ചെന്നപ്പോൾ അവർ കണ്ട കാഴ്ച അതിമനോഹരമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: തങ്ങളുടെ പ്രിയപ്പെട്ട മകൻ യേശു ദേവാലയത്തിലിരിക്കുന്നു, ഉപദേഷ്ടാക്കന്മാരോട് ചോദിക്കുന്നു, വാദിക്കുന്നു, തർക്കിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്കിഷ്ടപ്പെട്ട ഒരു ബാലനാണെന്ന്. നമ്മുടെ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള എൻ്റെ ഒരു സങ്കല്പം അതാ, എൻ്റെ വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള എൻ്റെ സങ്കല്പം അതാണ്. അധ്യാപകൻ പറയുന്നത് അതേപോലെ വിഴുങ്ങുന്ന ഒരു വിദ്യാർത്ഥി എൻ്റെ മുന്നിൽ എൻ്റെ സങ്കല്പത്തിലില്ല. വാദിക്കുന്നു, തർക്കിക്കുന്നു. ഞാൻ ചോദിക്കും, യേശുവിന് എവിടെ നിന്നാണ് വാദിക്കാനുള്ള അനുഭവ ജ്ഞാനമുണ്ടായത്? കുടുംബത്തിൽ യേശു ആദ്യം ചോദിച്ച ചോദ്യം അമ്മയോടാവാം, ജൗസേപ്പിനോടാവാം. കുടുംബ അന്തരീക്ഷം ചോദ്യങ്ങൾ ചോദിക്കുവാനും അക്കാദമിക്കായിട്ടുള്ള ഡിബേറ്റ് അവതരിപ്പിക്കുവാനുള്ള സാഹചര്യമുണ്ടായി. നമ്മുടെ വലിയ വീടുകളോ നമ്മുടെ മറ്റ് കാര്യങ്ങളോ ഒന്നുമല്ല. കുടുംബത്തിൻ്റെ ഉള്ളിൽ ഭാര്യയും ഭർത്താവും മക്കളും ഒരുമിച്ചിരുന്ന് ഓരോ വിഷയങ്ങളെക്കുറിച്ച് ബുദ്ധിപരമായി ചർച്ച ചെയ്യുവാനുള്ള കരുത്തുണ്ടോ? ഇന്ന് ഏതെങ്കിലും കുഞ്ഞ് ഒരു ചോദ്യമായി ഡാഡിയുടെ അടുക്കലേക്ക് വന്നാൽ ഡാഡി എന്താ പറയുന്നത്? പോയിരുന്ന് പഠിക്കട, ഇതിൻ്റെ ഒരു ചോദ്യം. അതുകൊണ്ട് എന്താ സംഭവിച്ചത്? നമ്മുടെ കുട്ടികൾക്ക് 95% മാർക്കുണ്ട്, 100% മാർക്കുണ്ട്. UGC പോണക്കുള്ള നെറ്റ് പോണക്കുള്ള എക്സാമിനേഷൻ പാസ്സാകുവാൻ അവർ പരാജയപ്പെടുന്നു. വെറും 55% മാർക്ക് മതി UGC പരീക്ഷ എഴുതുവാൻ, നെറ്റ് ക്വാളിഫിക്കേഷനിലേക്ക് എത്തിച്ചേരുവാൻ. പക്ഷെ അതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ആദ്യത്തെ പേപ്പറുകളൊക്കെ റാഷണലാണ്, ജനറലാണ്, ലോജിക്കാണ്. അതുകൊണ്ട് ഈ ലോജിക്കും റാഷണാലിറ്റിയും അക്കാദമിക്സും നമ്മുടെ കുഞ്ഞുങ്ങളെ വിടുന്ന കോളേജുകളിൽ നിന്ന് സ്കൂളുകളിൽ നിന്ന് ലഭിക്കേണ്ടതല്ല, കുടുംബ അന്തരീക്ഷത്തിൽ നിന്നും ഉണ്ടാകേണ്ടതാണ് എന്ന് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. അതുകൊണ്ട് കുട്ടികൾ ചോദിക്കട്ടെ, കുട്ടികൾ പറയട്ടെ, കുട്ടികൾ എതിര് പറയട്ടെ. ബുദ്ധിപരമായി നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ യാതൊരു വിധമായ ഗോസിപ്പുകളും ഉണ്ടാകരുത്. സഭയെയോ പിതാക്കന്മാരെയോ യാതൊരു തരത്തിലും അധിക്ഷേപിക്കുവാനും ആക്ഷേപിക്കുവാനുമുള്ള ഇടമായി നമ്മുടെ കുടുംബ പരിസരം, അന്തരീക്ഷം, അകത്തളം മാറരുതെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അതിന് പകരം മാതാപിതാക്കളും മക്കളും കൊച്ചുമക്കളുമൊക്കെ ഇരുന്ന്, ഇപ്പം നമുക്ക് കൊച്ചുമക്കളൊക്കെ ഉള്ള കാലമാണ്, അവരെയൊക്കെ ചേർത്ത് പിടിച്ച് അവരോട് പഠിപ്പിക്കുവാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് അവിടെ എഴുതിയിരിക്കുന്നത്, യേശുവിൻ്റെ വാക്കുകൾ കേട്ട് അവർ അത്ഭുതപ്പെട്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാം അവൻ്റെ വിവേകത്തിലും ഉത്തരത്തിലും വിസ്മയമുണ്ടായി. അവൻ്റെ വിവേകത്തിലും അവൻ്റെ ഉത്തരത്തിലും വിസ്മയമുണ്ടായി. നമ്മുടെ കുട്ടികളെയൊക്കെ ഇപ്പം നമ്മൾ ബിടെക്കിനും എംടെക്കിനും ഒക്കെ വിടുമല്ലോ, MBAക്കും ഒക്കെ വിടുമല്ലോ. പല കുട്ടികൾക്കും ജോലിയില്ല എന്ന പരാതി. എന്തുകൊണ്ടാണ് ജോലി ഇല്ലാതെ പോകുന്നത് എന്ന് ചോദിച്ചാൽ അവർക്ക് മാർഗമുണ്ട്, പക്ഷെ എന്തില്ല? അവർക്ക് ഈ കമ്മ്യൂണിക്കേഷൻ പവറില്ല. അവർക്ക് പറയുന്ന കാര്യങ്ങൾ പെട്ടെന്ന് ഗ്രഹിക്കുവാനുള്ള കപ്പാസിറ്റി ഇല്ല, റാഷണാലിറ്റി പോയി.
അതുകൊണ്ട് വലിയ മൾട്ടിനാഷണൽ കമ്പനികൾ വന്ന് പുതുതലമുറയെ തിരഞ്ഞെടുക്കുന്നത് മാർക്ക് നോക്കിയല്ല, അവൻ്റെ സർഗവൈഭവം, അവൻ്റെ നൈപുണ്യം, അവൻ്റെ സർഗശേഷി. അതാണ് 60% മാർക്കുള്ള കുട്ടിയും 70% മാർക്കുള്ള കുട്ടിയുമൊക്കെ മൾട്ടിനാഷണൽ കമ്പനികളെ തലപ്പത്തെത്തിച്ചേരുന്നത്. ബിക്കോസ് ഓഫ് ദെയർ കമ്മ്യൂണിക്കേഷൻ പവർ ആൻഡ് സ്കിൽസ്. അത് നമ്മൾ ഓർത്തിരിക്കണം. ഞാൻ 1-ാമത്തെ ഭാഗം അവസാനിപ്പിക്കുകയാണ്. നമ്മുടെ കുടുംബത്തിൽ ആരോഗ്യപരമായ ആശയവിനിമയമുണ്ടോ? ഇന്ന് പല പണ്ഡിതന്മാർ പറയുന്നത് നമുക്ക് തന്നെ അറിയാം, നമ്മുടെ കുടുംബത്തിൻ്റെ അകത്തളത്തിൽ ഫലപ്രദമായ ആശയവിനിമയമില്ല, സംവേദനമില്ല. അതെല്ലാം ആര് കൈക്കൊണ്ടു, ആര് കരസ്ഥമാക്കി? ടെക്നോളജി പിടിച്ചടക്കി. മോനൊരു മൊബൈൽ, മോക്കൊരു മൊബൈൽ, ഭാര്യയ്ക്ക് 2 മൊബൈൽ, ഭർത്താവിന് 4 മൊബൈൽ. ഇങ്ങനെ ടെക്നോളജിയുടെ പുറകെ നിൽക്കുമ്പോൾ ആരാരോട് സംസാരിക്കുവാൻ? അതുകൊണ്ട് സ്നേഹത്തോടെ പറയുന്നു, കുടുംബത്തിൻ്റെ ഉള്ളിൽ തിരിച്ചു പിടിക്കണം. ഇച്ചിരി പൊട്ടിച്ചിരികൾ, ഇച്ചിരി സന്തോഷങ്ങൾ, ഇച്ചിരി വർത്തമാനങ്ങൾ, ഇച്ചിരി കോളേജ് ക്യാമ്പസിലെ കഥകൾ. ചോദിക്കാം, പറയാം, ചോദിക്കാം. ആരോഗ്യപരമായ ആശയവിനിമയമുള്ള, സംവേദനമുള്ള കുടുംബത്തെ രൂപപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമോ? പ്രത്യേകിച്ച് കുവൈറ്റിൽ നിന്നൊക്കെ ദീർഘകാലം പ്രവർത്തിച്ച് തിരികെ വന്നിട്ടുള്ള മാതാപിതാക്കളെ ഞാൻ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളുടെ കൊച്ചുമക്കളും നിങ്ങളുടെ പേരക്കിടാങ്ങളും ഒക്കെയാണ്. അവരെ ചേർത്ത് പിടിക്കുവാനും അവരെ ചുംബിക്കുവാനും അവർക്ക് കഥ പറഞ്ഞു കൊടുക്കുവാനും ചോദ്യങ്ങൾ ചോദിച്ചു കൊടുക്കുവാനും ഒക്കെ നമുക്ക് കഴിയുമ്പോഴാണ് 6-ാമത് കുവൈറ്റ് കുടുംബസംഗമത്തിൻ്റെ പ്രസക്തി ജീവിതത്തിൽ എത്തിച്ചേരുന്നത്. 2-ാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ 2-ാമത്തെ ഭാഗമാണ്. 48 മുതൽ നമ്മൾ വായിക്കുമ്പോൾ കരഞ്ഞ് കലങ്ങിയ കണ്ണുകളുമായി അമ്മ ദേവാലയത്തിൻ്റെ പ്രധാന സ്ഥലത്തെത്തുകയാണ്. ഒരുപക്ഷേ യേശു മാതാപിതാക്കൾ അടുക്കലേക്ക് വന്നു കാണും, അല്ലെങ്കിൽ അവർ അങ്ങോട്ട് പോയി കാണും. എന്തായാലും 48 മുതൽ ആരംഭിക്കുന്നത് യേശുവും മറിയവും തമ്മിൽ നടത്തുന്ന സംഭാഷണമാണ്. 48 അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വിഷമിച്ചുകൊണ്ട് നിന്നെ എവിടെയെല്ലാം തിരഞ്ഞു. നമുക്ക് അറിയാവുന്ന കഥയാണ്. 2-ാമത്തെ പ്രത്യേകത, ഫീലിങ്സ് ആൻഡ് കംപ്ലൈൻസ് ആർ എക്സ്പ്രസ്. വികാരങ്ങളും പരാതികളും പങ്കിട്ടു. വളരെ മനോഹരമാണ്. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഈ പരാതി പങ്കിടാനുള്ള സ്പേസ് ഉണ്ടോ? എവിടെയാണ് പരാതി പങ്കിടുന്നത്, വികാരങ്ങൾ പങ്കിടുന്നത്? ഈ വേദഭാഗത്തെ വികാരം നോക്കിയേ. മകനെ, ആ ഒരു വിളിക്കുന്നതിനുണ്ട് വികാരം. മദർ എന്നെഴുതിയാൽ ഒരു ഇൻഫർമേഷനേ ആവത്തുള്ളൂ. പക്ഷേ അത് നമ്മൾ അവതരിപ്പിക്കുമ്പോൾ അമ്മ, അമ്മേ, എന്തൊരു വൈകാരികമായ, എന്തൊരു തീവ്രതയുള്ള വാക്കുകളാണ് അമ്മ, മകൻ, അപ്പ. പഠനങ്ങൾ പറയുന്നത് നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ ഇങ്ങനെ വികാരം കവിഞ്ഞൊഴുകുന്ന, സ്നേഹസ്പർശം പകരുന്ന വാക്കുകളുടെ ആധിക്യം തന്നെ നഷ്ടപ്പെട്ടു പോയി. വാക്കുകളില്ല, പിന്നെ ഇങ്ങനെ ആധിക്യം ഉണ്ടാകുന്നത് വരണ്ട വാക്കുകളാണ്. നമ്മളെന്തെങ്കിലും നമ്മുടെ മക്കളോടോ കൊച്ചുമക്കളോടോ പറഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും പറയുന്നതെന്ന് നമ്മൾ തന്നെ ഓർത്താൽ മതി. മുറിപ്പെടുത്തുന്ന വാക്കുകൾ, വേദനിപ്പിക്കുന്ന വാക്കുകൾ, ഡിസ്ട്രക്റ്റീവ് വേർഡ്സ്. വേർ ഈസ് ദ ഹീലിംഗ് വേർഡ്സ്? എവിടെയാണ് സൗഖ്യം പകരുന്ന വാക്കുകൾ? നമ്മുടെ സംഭാഷണങ്ങളിൽ ആശ്വാസം പകരുന്ന, സൗഖ്യം പകരുന്ന, ഹൃദ്യത പകരുന്ന വാക്കുകൾ ചോർന്നുപോയി. അത് എല്ലായിടും അതാണ്. മുറിപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, അസഹ്യപ്പെടുത്തുന്ന വാക്കുകൾ, പദാവലികൾ കൊണ്ട് ഈ സംവേദന തലം മുഴുവനും, ഈ സോഷ്യൽ മീഡിയ മുഴുവനും, ഈ മാധ്യമലോകം മുഴുവനും നിറഞ്ഞു നിൽക്കുമ്പോൾ വെറുപ്പിൻ്റെ സംസ്കാരമാണ് ഇവിടെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ആ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത് വെറുപ്പിൻ്റെ സംസ്കാരം. മതങ്ങൾ തമ്മിൽ, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, വ്യക്തികൾ തമ്മിൽ, കുടുംബങ്ങൾ തമ്മിൽ. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ വെറുപ്പിൻ്റെ രാഷ്ട്രീയം,
വെറുപ്പിൻ്റെ വേദശാസ്ത്രം, വെറുപ്പിൻ്റെ ആധ്യാത്മികത, വെറുപ്പിൻ്റെ മനോഭാവം പങ്കിടുന്ന ലോകക്രമത്തിൽ മറിയം പറയുകയാണ്, മകനേ, ഞങ്ങളോടിങ്ങനെ ചെയ്തത് എന്ത്? എത്ര ആർദ്രം, എത്ര സാന്ദ്രം, എത്ര ഹൃദ്യം, എത്ര ഹൃദയഭേദകം. കുടുംബങ്ങളിൽ ഈ ഒരു വികാരം പങ്കിടാനുള്ള അവസ്ഥയുണ്ടോ? കംപ്ലൈൻസ്, ഫീലിങ്സ് ആൻഡ് കംപ്ലൈൻസ് ആർ എക്സ്പ്രസ്. എവിടെയാണ് കംപ്ലൈൻറ്റ് കിടക്കുന്നത്? നിന്റെ അപ്പനും ഞാനും വിഷമിച്ചുകൊണ്ട് എവിടെയെല്ലാം അന്വേഷിച്ചു. നമ്മുടെ കുടുംബത്തിൻ്റെ ഉള്ളിൽ വേദനകൾ കാണുവാൻ, സങ്കടങ്ങൾ കാണുവാൻ നമുക്ക് കഴിയാതെ പോകുന്നുണ്ടോ? നമ്മുടെ കുടുംബസംഗമം ഈ ഒരു അനുഭവമാണ്. വേദനകൾ കാണുക. പ്രത്യേകിച്ച് എനിക്ക് വലിയ അഭിമാനമുണ്ട്. നമ്മുടെ ഗൾഫ് രാജ്യത്തെ മുഴുവൻ ദേവാലയങ്ങളും നമ്മുടെ മലങ്കര സഭയുടെ വിവിധ പ്രസ്ഥാനങ്ങൾക്കാണ് സ്നേഹ കൈത്താങ്ങലുകൾ നൽകുന്നത്. ഭവനം വെക്കുവാൻ, രോഗ ചികിത്സയ്ക്കുള്ള മാർഗങ്ങൾ, ഹൃദയ ശസ്ത്രക്രിയയ്ക്കുള്ള മാർഗങ്ങൾ, മിഷൻ പ്രവർത്തനങ്ങൾക്കുള്ള മാർഗങ്ങൾ, ഗ്രാമ ഉദ്ധാരണത്തിന് വേണ്ടിയുള്ള മാർഗങ്ങൾ. ഇതാണ് ഒരു സ്ഥലത്തെ വികാരങ്ങൾ കണ്ടറിഞ്ഞ് സംവേദിക്കുവാനുള്ള ഇടം നമ്മൾ രൂപപ്പെടുത്തേണ്ടത്. ഫീലിങ്സ് ആൻഡ് കംപ്ലൈൻസ് ആർ എക്സ്പ്രസ്. ശാന്തമായി എന്നോട് തന്നെയുള്ള ചോദ്യമാണ്. വിചാരങ്ങളും വികാരങ്ങളും ദേഷ്യങ്ങളും പരാതികളും പരിഭവങ്ങളുമൊക്കെ ഈ കുടുംബത്തിൻ്റെ ഉള്ളിൽ പങ്കിടുവാൻ നമുക്കൊരു സ്പേസ് ഉണ്ടോ? ഒരവസരമുണ്ടോ? ഒരു വേദിയുണ്ടോ? നമ്മുടെ മുഖം അതിനവസരം കൊടുക്കുന്നുണ്ടോ? വീണ്ടും ഈ വേദഭാഗത്തേക്ക് നോക്കുക. മൂന്നാമത് പറയുന്നത് രണ്ടാമത്തെ ഒരു വിശദീകരണം കൂടിയാണ്. തൊട്ടടുത്ത വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. 49 അമ്മ പറഞ്ഞു, യേശു കേട്ടുകൊണ്ടിരുന്നു. 49 വാക്യം ആരംഭിക്കുന്നത് യേശു പറയുന്നു, അമ്മയും മാതാപിതാക്കളും കേട്ടുകൊണ്ടിരിക്കുന്നു. സത്യത്തിൽ അതാണ് സംവേദനത്തിൻ്റെ ക്രമം. പറയുന്ന ആളിന് കേൾക്കുവാനും കേൾക്കുന്ന ആളിന് പറയുവാനും സ്പേസ് ഉണ്ടാവണം. കുടുംബത്തിലെ പല സംഭാഷണത്തിലും അതില്ല. ഭർത്താവ് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഭാര്യ പറയാൻ തുടങ്ങിയാൽ പറയും, മതി മതി നിർത്തുക, കുറേ കാലമായി ഞാൻ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ടൂ വേ ആണ്, പറയുവാനും കേൾക്കുവാനും. നമുക്ക് നോക്കാം ആ വേദഭാഗം 49. എന്നെ തിരഞ്ഞതെന്ത്? മൂന്നാമത്തെ പ്രത്യേകത അതാണ്. The emotions are discussed, complaints are discussed, clarified by face to face. വികാരങ്ങളും വിചാരങ്ങളും പരാതികളും മുഖാമുഖം ചർച്ച ചെയ്ത് പരിഹരിക്കുന്നു. ഇതാണ് സംവേദനം. ഇതാ കുടുംബ സംവേദനം. നമുക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ടാവാം, പള്ളിയിലുണ്ടാവാം, സംഘടനകളുണ്ടാവാം, വ്യത്യസ്തങ്ങളായ ആലോചനകളുണ്ടാവാം. പക്ഷേ എവിടെയെങ്കിലും ഒന്ന് പരിഹരിക്കുവാനുള്ള മാർഗം ഉണ്ടാകണം. വരാം, ഒന്നിച്ചിരിക്കാം, മുഖത്തോട് മുഖം നോക്കി ചർച്ച ചെയ്യാം, പരിഹരിക്കാം. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ മാതാപിതാക്കളും യേശുവും തമ്മിലുള്ള കണക്ഷൻ പോയി, കണക്ടിവിറ്റി നഷ്ടപ്പെട്ടു പോയി. നമുക്കിന്ന് ദൈവത്തോടുള്ള കണക്ഷനും പോയി, കുടുംബത്തോടുള്ള കണക്ഷനും പോയി, സഭയോടുള്ള കണക്ഷനും പോയി. ആയുള്ള കണക്ഷൻ കണക്റ്റഡ് വിത്ത് ടെക്നോളജി. അത് അവതരിപ്പിക്കുന്ന വലിയ വലിയ കാര്യങ്ങളാണ്. സത്യമേത് മിഥ്യേത് തിരിച്ചറിയുവാനേ നമുക്ക് കഴിയത്തില്ല. ഇവിടെയാണ് ഒരുമിച്ചിരിക്കുന്നു, പരസ്പരം ചർച്ച ചെയ്യുന്നു, മുഖാമുഖം അത് പങ്കുവെക്കുന്നു. നമുക്ക് ഈ ദേഷ്യം ഉണ്ടെങ്കിൽ നമ്മൾ മുഖത്തോട് മുഖം നോക്കി പറയത്തില്ല, ദൂരെ നിന്ന് വിളിച്ചു പറയും. ഇപ്പം ആ സ്റ്റൈലൊക്കെ മാറി. ഇപ്പോൾ ഉടനെ അത് വാട്സപ്പിലാണ് കത്തിക്കുന്നത്. എൻ്റെ അമ്മു, കോട്ടയത്ത് കാണുവാനും കേൾക്കുവാനും കഴിയും. അങ്ങ് വിദേശങ്ങളിൽ നടക്കുന്ന സംഭവങ്ങളാണ് ലൈവായി ഒരാളുള്ള ദേഷ്യം തീർക്കുന്നതാണ്. ലൈവ് സംപ്രേഷണം. വാട്സപ്പിൽ വികാരിയെ കത്തിക്കുക, വാട്സപ്പിൽ ട്രസ്റ്റി സെക്രട്ടറിയും കത്തിക്കുക.
നേരിട്ട് പോയി ചർച്ച ചെയ്ത് മുഖാമുഖം ഒന്നിരുന്ന് ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഒന്ന് പരിഹരിക്കുവാൻ ഈ പുതിയ യുഗത്തിൽ നമുക്ക് സന്മനസ്സുണ്ടാകണം. അത് ഈ ദൈവികമായ ഒരനുഭവം ഉണ്ടെങ്കിലേ പറ്റൂ. ദേവാലയവുമായി ബന്ധപ്പെട്ട് സർഗാത്മകമായ ആധ്യാത്മികതയുടെ നീർച്ചാലുകൾ അനുഭവിച്ചറിഞ്ഞാലേ അത് പറ്റുകയുള്ളൂ. നോക്കണം, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, കഥകളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എത്രയോ കഥകൾ നമുക്ക് പറയുവാനും പങ്കിടുവാനും സാധിക്കും. നമ്മുടെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ ഉള്ളിൽ, പള്ളിയുടെ ഉള്ളിൽ, പ്രസ്ഥാനങ്ങളുടെ ഉള്ളിൽ, പാർട്ടികളുടെ ഉള്ളിൽ ഒന്നിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുവാൻ കഴിയുമോ? പണ്ടൊക്കെ അതിന് പറ്റിയ ലീഡേഴ്സ് ഉണ്ടായിരുന്നു, ഒപ്പീനിയൻ ലീഡേഴ്സ് എന്നൊക്കെ പറയും. നല്ല നേതാക്കന്മാരുണ്ടായിരുന്നു. വിളിച്ചുകൊണ്ട് പോവും, പള്ളിയിൽ പ്രശ്നങ്ങൾ തീർക്കും. ഇന്നാരും ആരുടെയും കാര്യത്തിൽ ഇടപെടത്തില്ല. ഒത്താൽ എവിടെയെങ്കിലും കണ്ടാൽ ഒന്ന് ഷെയർ ചെയ്യും, വേണ്ടി വന്നാൽ ഒന്ന് ലൈക്ക് ചെയ്ത് കൊടുക്കും. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഒരു സപ്പോർട്ട്. എവിടെയെങ്കിലും പ്രശ്നങ്ങളുണ്ടായാൽ വളരെ പെട്ടെന്ന് പരിഹരിക്കാൻ കഴിയുമ്പോഴാണ് കുടുംബത്തിൻ്റെ മഹത്വം എന്ന് ഞാൻ ഓർപ്പിക്കുകയാണ്. വികാരങ്ങളും വിചാരങ്ങളും, കൊച്ചുവാക്കിൽ പറഞ്ഞാൽ സന്തോഷങ്ങളും സങ്കടങ്ങളും രോഷങ്ങളും ഒരുമിച്ചൊരിടത്തിരുന്ന് ഒരു മേശയുടെ ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന ഒരനുഭവം ചരിത്രത്തിൽ എത്രയോ വലിയ സമ്മേളനങ്ങളാണ് വട്ടമേശയ്ക്കുള്ളിൽ അതിന് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെട്ടിട്ടുള്ളത് എന്നോർപ്പിക്കുകയാണ്. ഒരു ഭാഗം കൂടി പറഞ്ഞ് വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. ഈ കുടുംബത്തിൻ്റെ സംവേദനത്തിൻ്റെ പ്രത്യേകത എന്താണ്? ഈ കുടുംബത്തിൻ്റെ കമ്മ്യൂണിക്കേഷൻ്റെ പ്രത്യേകത എന്താണ്? നാലാമത്തെ ഉത്തരം ഈ വേദഭാഗത്ത് തന്നെയുണ്ട്. ബിൽഡിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. വളരെ മനോഹരമാണ്. നോക്കണം, 30-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. യേശു പറഞ്ഞു, ഞാൻ എൻ്റെ ഭവനത്തിലാണ് ഇരിക്കേണ്ടത്. പക്ഷേ അമ്മയ്ക്കത് മനസ്സിലായില്ല. അവിടെ പറയുന്നത് ഇങ്ങനെയാണ്, യേശു തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. നമ്മൾ കമ്മ്യൂണിക്കേഷനിൽ എത്ര വലിയ ഡിഗ്രി എടുത്താലും 100% കമ്മ്യൂണിക്കേഷൻ ഇല്ല. ഒരു കാര്യവും 100% മനസ്സിലാവത്തില്ല. ഞാൻ പറയും, ഒരു 40% മനസ്സിലായാൽ മതി, കുടുംബജീവിതം വിജയിച്ചു. ഇവിടെ പലരും 30, 40, 50 വർഷമൊക്കെ വിവാഹ ദാമ്പത്യ ജീവിതം നയിച്ചവരിവിടെ ഇരിപ്പുണ്ട്. നമ്മളോട് ചോദിക്കുകയാണ്, എന്താണ് ദാമ്പത്യ ജീവിതം? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ് ദാമ്പത്യം? ചില പുസ്തകങ്ങളൊക്കെ ഉണ്ട്, എന്താ ദാമ്പത്യം, 10 പോയിന്റ്. പക്ഷെ 50 വർഷം കുടുംബജീവിതം നയിച്ചവർക്കും 30 വർഷം കുടുംബജീവിതം നയിച്ചവർക്കും അറിയാം ഈ 10 പോയിന്റും വെറുതെ സ്റ്റേറ്റ്മെൻറ്റുകളാണെന്ന്. നമ്മൾ പറയുന്നൊന്നുമെല്ലാം മനസ്സിലാവത്തില്ല. പക്ഷെ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഉൾക്കൊള്ളുവാൻ കഴിയുമ്പോഴാണ് അതിൻ്റെ ആധ്യാത്മിക നിറവ്. നോക്കുക, അമ്മ അത് ഹൃദയത്തിൽ സംഗ്രഹിച്ചു. തൊട്ടടുത്ത വാക്യം, അവൻ യേശു അവിടെ നിന്നും എഴുന്നേറ്റ് നാസ്രയത്തിൽ പോയി മാതാപിതാക്കളോടൊപ്പം അനുസരണമുള്ളവനായി വിധേയപ്പെട്ട് താമസിച്ചു. നോക്കണം, ഒരു വലിയ പ്രശ്നം പെട്ടെന്നാണ് പരിഹരിക്കപ്പെടുന്നത്. ബിൽഡിംഗ് ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് റെക്കൺസിലിയേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്. രണ്ടും പ്രധാനപ്പെട്ട വാക്കുകളാണ്. റെക്കൺസിലിയേഷൻ അതിൻ്റെ അർത്ഥം എന്താണ്? അനുരഞ്ജനം. അതിൻ്റെ അർത്ഥം എന്താണ്? കൊച്ചു വാക്കിൽ ക്ഷമിക്കുവാനുള്ള മനസ്സ്. റെക്കൺസിലിയേഷൻ ആൻഡ് അക്സെപ്റ്റൻസ്, അതും വളരെ പ്രധാനപ്പെട്ട വാക്കാണ്. അംഗീകരിക്കുക. 12 വയസ്സുള്ള ബാലനെ, 12 വയസ്സുള്ള മകനെ അവിടെ ജോസഫും മറിയവും അംഗീകരിക്കുന്നു. മാതാപിതാക്കളെ അംഗീകരിക്കുന്നു. 12 വയസ്സുള്ള മിടുമിടുക്കനായ ബാലൻ. ഇന്ന് നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ ആർക്കും ആരെയും അംഗീകരിക്കാൻ വയ്യ. ഞാനാണ് കേമൻ, ഞാനാണ് മിടുക്കൻ, ഞാനാണ് രാജാവ്, ഞാനാണ് സാമ്രാജ്യത്തിൻ്റെ അധിപൻ.
ഈ ആക്രോശങ്ങൾ നമ്മുടെ ഇടങ്ങളിൽ ഉണ്ടാകുമ്പോഴാണ് വലിയ പുഴുക്കുത്തുകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുന്നത്. ഇവിടെയാണ് പരസ്പരം അംഗീകരിച്ചു. ഭാര്യയെ അംഗീകരിക്കുന്ന ഭർത്താവ്, ഭർത്താവിനെ അംഗീകരിക്കുന്ന ഭാര്യ, മക്കളെ അംഗീകരിക്കുന്ന മാതാപിതാക്കൾ, മാതാപിതാക്കളെ അംഗീകരിക്കുന്ന മക്കൾ, മരുമക്കളെ അംഗീകരിക്കുന്ന മാതാപിതാക്കൾ, തിരിച്ചും. എന്തൊരു ഹൃദയം! ഇതാണ് ദൈവരാജ്യം, ഇതാണ് കുടുംബ മഹത്വം, ഇതാണ് ഭൂമിയിലെ പർദീസ, ഇതാണ് ദൈവരാജ്യം. ഇവിടെയാണ് തീർത്ഥാടനം ചെയ്യുന്ന കുടുംബം, ഇവിടെയാണ് ആധ്യാത്മിക കുടുംബം, ഇവിടെയാണ് നീതിയുള്ള കുടുംബം, ഇവിടെയാണ് വിശുദ്ധിയുള്ള കുടുംബം. അനേക തലങ്ങളിൽ ഈ നീതിയും പ്രതിബദ്ധതയൊക്കെ നഷ്ടപ്പെട്ടു പോകും. ഞാൻ ഏതെങ്കിലും ഭവനത്തിൽ സന്ദർശിക്കുന്ന അവസരത്തിൽ അവിടെ കുട്ടികളും ഒക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഇങ്ങനെ പ്രാർത്ഥിക്കും: ദൈവമേ, ഈ കുടുംബത്തെ അനുഗ്രഹിക്കണമേ, വിശുദ്ധമായ കുടുംബമാക്കി തീർക്കണമേ, നീതിബോധമുള്ള കുഞ്ഞുങ്ങൾ വളർന്നു വരണമേ, സാമൂഹിക പ്രതിബദ്ധതയുള്ള തലമുറ വളർന്നു വരണമേ. കുവൈറ്റ് മഹാ ഇടവക ഉൾപ്പെടെയുള്ള ഈ കുവൈറ്റ് സ്ഥലത്തെ എല്ലാ വിശ്വാസികളെയും ഞാൻ വീണ്ടും അപ്രീഷിയേറ്റ് ചെയ്യുന്നു. സാമൂഹിക പ്രതിബദ്ധത, മിഷൻ ബോധ്യം നമ്മുടെ അന്തരാത്മാവിൽ ലയിച്ചേർന്നിരിക്കുകയാണ്. അത് സ്താദ്യോസ് തിരുമേനിയും തേബോദൂസ് തിരുമേനിയും ഒക്കെ നമുക്ക് പകർന്നു തന്ന ആധ്യാത്മിക വിശകലനത്തിൻ്റെ വേദവ്യാഖ്യാനത്തിൻ്റെ പൊരുൾ തിരിച്ചറിഞ്ഞതുകൊണ്ട് നമുക്ക് ലഭിച്ചതാണ്. ഞാൻ വാക്കുകൾ നിർത്തുമ്പോൾ 4 പ്രത്യേകതയാണ് ഈ കുടുംബത്തെക്കുറിച്ച് ഞാൻ അവതരിപ്പിച്ചത്. ഈ 4 പ്രത്യേകത ഉള്ളതുകൊണ്ട് അവിടെ എന്ത് സംഭവിച്ചു? അതാണ് 52-ാമത്തെ വാക്യം. അതിൻ്റെ റിസൾട്ടാണ് ആരോഗ്യമുള്ള, ഭംഗിയായ ആശയവിനിമയം നടത്തിയ, പ്രതിബദ്ധതയുള്ള, ദേവാലയത്തോട് ചേർന്ന് നിന്ന് വേദപഠനങ്ങൾ നടത്തിയ ഒരു കുടുംബത്തിൻ്റെ പ്രത്യേകതകൾ വിശകലനം ചെയ്തപ്പോൾ, വിശുദ്ധമായ ഒരു കുടുംബത്തെ പഠിച്ചപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് 52-ാമത്തെ വാക്യമാണ്. അവിടെ ഇങ്ങനെയാണ് പറയുന്നത്: യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ഞാൻ ഓർപ്പിച്ചല്ലോ, നമ്മുടെ അധ്വാനം മുഴുവനും നമ്മൾ ആഗ്രഹിക്കുന്നത് ആർക്കു വേണ്ടിയാ? നമ്മുടെ കാലം കഴിഞ്ഞു, 60 കഴിഞ്ഞാൽ വാർദ്ധക്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സർക്കാരിൻ്റെ കണക്കിൽ നമ്മളത് സമ്മതിച്ചു കൊടുക്കത്തില്ലെങ്കിലും നമ്മൾ ഇത്രയൊക്കെ അധ്വാനിക്കുന്നത്, കഷ്ടപ്പെടുന്നത് അനന്തര തലമുറയെക്കുറിച്ചുള്ള സ്വപ്നമാണ്, നമ്മുടെ മക്കളെക്കുറിച്ചുള്ള സ്വപ്നമാണ്, നമ്മുടെ കൊച്ചുമക്കളെക്കുറിച്ചുള്ള ഒരു സ്വപ്നമാണ്. ഇവിടെയാണ് യേശു ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വന്നു. ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിൽ മുതിർന്നു വരുന്ന ഒരു നല്ല തലമുറയാണ് അവിടെ കണ്ടുമുട്ടുന്നത്. നമ്മൾ കണ്ടുമുട്ടേണ്ടത് യേശുവിനെക്കുറിച്ച് അതാണ് പറയുന്നത്. ഇന്ന് അനേക സ്ഥലങ്ങളിൽ മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന മാതാപിതാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ്. അവിടെ ഞാൻ പ്രാർത്ഥിക്കും, ദൈവമേ, പണമൊന്നും ഇല്ലെങ്കിലും വേണ്ടിയില്ല, മക്കളെ ഓർത്ത് സങ്കടപ്പെടുവാൻ ഇടം നൽകല്ലേ. വലിയ വീടോ വലിയ കാറോ വലിയ സാമ്പത്തിക പിന്തുണയോ സാമ്പത്തിക സുസ്ഥിരതയൊന്നും നമുക്ക് ആവശ്യമില്ല. നമ്മുടെ അനന്തര തലമുറയോർത്ത് സങ്കടപ്പെടുവാൻ ഇടയാകരുതേ എന്ന് നമ്മൾ പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കേണ്ടതാണ്. അതുകൊണ്ട് വളരെ കൃത്യമായിട്ട് അത് പറയുന്നുണ്ട്. സദൃശ്യവാക്യത്തിൽ മനോഹരമായൊരു വാക്യം കൂടി ഉദ്ധരിച്ച് വാക്ക് നിർത്താം. 12-ാമത്തെ അധ്യായം സദൃശ്യവാക്യങ്ങൾ 7-ാമത്തെ വാക്യം. അത് ഇങ്ങനെയാണ് പറയുന്നത്: നീതിമാന്റെ ഭവനമോ എന്നേക്കും നിലനിൽക്കും. വളരെ മനോഹരമാണ്. നീതിമാന്റെ ഭവനമോ എന്നേക്കും നിലനിൽക്കും, വിശുദ്ധന്റെ ഭവനമോ എന്നേക്കും നിലനിൽക്കും. തൊട്ട് മുകളിൽ പറയുന്ന വാക്യം എനിക്ക് വായിക്കാൻ സങ്കടമുണ്ട്. അതിങ്ങനെയാണ്: ദുഷ്ടന്മാർ മറിഞ്ഞു വീണ് ഇല്ലാതെയായി പോകും. നമ്മുടെ കൂട്ടത്തിൽ അങ്ങനെ ആരുമില്ല. അതുകൊണ്ടാണ് കർത്താവ് ഗിരിപ്രഭാഷണം അവസാനിപ്പിക്കുന്നത്: ആകയാൽ എൻ്റെ വചനങ്ങളെ കേട്ട്
പ്രമാണിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിതാം. ബുദ്ധിയുള്ള മനുഷ്യന് തുല്യനാകുന്നു. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ അത് വീണില്ല. നമ്മുടെ കുടുംബങ്ങൾ പാറമേൽ അടിസ്ഥാനമിടണം. ദൈവവചനത്തിൽ അടിസ്ഥാനമിടണം. ആധ്യാത്മികതയിൽ അടിസ്ഥാനമിടണം. ദേവാലയവുമായി ബന്ധപ്പെട്ട ആധ്യാത്മികതയിൽ വളർന്നു വരണം. തൊട്ടടുത്ത് യേശു പറയുന്നത് മണലിന്മേൽ വീട് പണിത ബുദ്ധിഹീനനായ മനുഷ്യനെ കുറിച്ചാണ്. അത് വായിക്കുമ്പോഴും എനിക്ക് സങ്കടമുണ്ട്. വൻമഴ ചൊരിഞ്ഞു, നദികൾ പൊങ്ങി, കാറ്റടിച്ചു, ആ വീട്ടിന്മേൽ അലച്ചു. അടുത്തവരെയാണ് വേദനിപ്പിക്കുന്നത്. അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. അത് വീണു. അതിൻ്റെ വീഴ്ച വലിയതായിരുന്നു. നമ്മുടെ ഭവനങ്ങൾ വീഴരുത്. നമ്മുടെ ഭവനങ്ങൾ തകരരുത്. നമ്മുടെ ഭവനങ്ങൾ പ്രകാശം വരുത്തണം. നമ്മുടെ ഭവനങ്ങൾ വിശുദ്ധമായി തീരണം. നമ്മുടെ ഭവനങ്ങൾ നീതിയുടേതായി തീരണം. നമ്മുടെ ഭവനങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയിൽ അധിഷ്ഠിതമായിരിക്കണം. നമ്മുടെ ഭവനങ്ങൾ സഭയോട് കടപ്പെട്ടിരിക്കണം. സഭാപിതാക്കന്മാരോട് കടപ്പെട്ടിരിക്കണം. നമ്മുടെ ഭവനങ്ങൾ നീതിയിലും വിശുദ്ധിയിലും വളരണം. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുമ്പോൾ പറഞ്ഞ 4 കാര്യങ്ങൾ ഓർപ്പിച്ച് അവസാനിപ്പിക്കുകയാണ്. പ്രസംഗം ഇവിടെ തുടരുകയാണ്. നമ്മളിത് ഏറ്റെടുക്കണം. നമ്മളിത് വിശദീകരിക്കണം. ഈ പ്രഭാതത്തിൽ നമ്മൾ കണ്ടത് ഒരു ചെറിയ കുടുംബമാണ്. യേശുവുണ്ട്, മറിയമുണ്ട്, ജോസഫുണ്ട്. തീർത്ഥാടന കുടുംബമാണ്. ദേവാലയത്തിലേക്ക് പോകുന്ന കുടുംബമാണ്. ഈ കുടുംബത്തിൻ്റെ 4 പ്രത്യേകതകൾ പറഞ്ഞു. ഈ 4 പ്രത്യേകതകളും ഈ കുടുംബം ഒരുമിച്ച്, കുടുംബാംഗങ്ങൾ ഒരുമിച്ച് സംവേദനം നടത്തിയ, ആശയവിനിമയം നടത്തിയ, കമ്മ്യൂണിക്കേഷൻ നടത്തിയ ഒരു ഇടവിശകലനത്തിലാണ് ഞാൻ നിർവഹിച്ചത്. 1, ആരോഗ്യപരമായ സംവേദനമുള്ള കുടുംബം. ചോദ്യം 1, എൻ്റെ കുടുംബം ആരോഗ്യപരമായ കമ്മ്യൂണിക്കേഷൻ സംവിധാനം അല്ലെ കമ്മ്യൂണിക്കേഷൻ നൈസർഗികമായി നടത്തുവാൻ കഴിയുന്നു? 2, വികാരങ്ങളും വിചാരങ്ങളും പങ്കിടുന്ന കുടുംബം. സ്വതന്ത്രമായി എൻ്റെ കുടുംബത്തിൽ എൻ്റെ വിചാരങ്ങളെ, എൻ്റെ ദേഷ്യങ്ങളെ, എൻ്റെ സ്വപ്നങ്ങളെ, എൻ്റെ അസ്വസ്ഥതകളെ ഒന്ന് ഹൃദ്യമായി പങ്കുവെക്കുവാൻ അവസരമുണ്ടോ? 3, വികാരങ്ങളും പരാതികളും പരസ്പരം ചർച്ച ചെയ്ത് പരിഹരിക്കുന്ന കുടുംബം. എൻ്റെ കുടുംബത്തിൽ അല്പസമയം ഒരുമിച്ചിരിക്കുവാനും പ്രശ്നങ്ങൾ കേൾക്കുവാനും പ്രശ്നങ്ങൾ പരിഹരിക്കുവാനും പ്രശ്നങ്ങൾ പങ്കിടുവാനും ഒരു സ്പേസ്, ഒരിടം നമുക്ക് രൂപപ്പെടുത്തുവാനായിട്ട് കഴിയുമോ? 4 പറഞ്ഞത് ഈ കുടുംബം പരസ്പരം അനുരഞ്ജനപ്പെടുവാനും പരസ്പരം അംഗീകരിക്കുവാനും കഴിഞ്ഞു. നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ കൊമ്പ് കോർക്കുന്ന അനുഭവമാണോ? നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ പോർവിളി ഉയർത്തുന്ന സാഹചര്യമാണോ വളർന്നു വരുന്നത്? ദൈവികമായി ക്ഷമിക്കുവാനും സ്നേഹിക്കുവാനും നമ്മൾ വായിച്ചു കേട്ട വേദഭാഗം തന്നെ അതാണ്. 15-ാമത്തെ അധ്യായം യോഹന്നാൻ്റെ സുവിശേഷം. നിങ്ങൾ തമ്മിൽ തമ്മിൽ സ്നേഹിക്കണം. ആ സ്നേഹ നിറവിൽ വളർന്നു വരുവാൻ നമുക്ക് കഴിയുമോ? അങ്ങനെ വളർന്നു വരുമ്പോൾ അവിടെ പ്രകാശം പരത്തുന്നത്, അവിടെ വിരിഞ്ഞു വരുന്നത്, വളർന്നു വരുന്നത് പുതിയൊരു തലമുറയായിരിക്കും. ആ തലമുറ യേശുവിനെ പോലെ, യേശുവിനെ ഹൃദയത്തിൽ വഹിക്കുന്ന ദൈവികതയുള്ള ഒരു തലമുറ വളർന്നു വരും. കുവൈറ്റ് കുടുംബസംഗമത്തിന് എല്ലാവിധമായ പ്രാർത്ഥനകൾ ഞാൻ നേരുന്നു. ഈ യോഗത്തിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള ഹൃദയപൂർവമായ സ്നേഹാദരവ് അഭിമന്യ അലക്സിയോസ് മാർ യൗസേബിയൂസ് തിരുമേനിയോടും ഭരണസമിതിയോടും അറിയിച്ച് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം തമ്പുരാൻ നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും വാഴ്ത്തി അനുഗ്രഹിച്ച് വിശുദ്ധമായ കുടുംബമാക്കി യാത്ര ചെയ്യുവാൻ നമുക്ക് കൃപ നൽകട്ടെ.